ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ റൗണ്ട് ഓഫ് 32 പോരാട്ടം ജൂലൈ 4 ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 നടക്കുന്നത്. അർജന്റീനയുടെ എതിരാളികൾ ആഫ്രിക്കൻ വമ്പന്മാരായ ക്യാപ് വെർദെയാണ്. മത്സരങ്ങൾക്ക് മുന്നേ തന്നെ വമ്പൻ പ്രവചനങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. അർജന്റീന ക്യാപ് വെർദെക്ക് മുന്നിൽ അട്ടിമറി തോൽവി ഏറ്റുവാങ്ങുമെന്ന് പലരും കരുതപ്പെടുന്നു. കാരണം സ്പെയിനെ വിറപ്പിച്ചവരാണ്. വേൾഡ് കപ്പിൽ ആദ്യമായി പങ്കെടുക്കുന്ന 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കുഞ്ഞു രാജ്യം. വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ള ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സ്പെയിനെ അന്ന് വിറപ്പിച്ചിട്ടുണ്ട്. സ്പെയിനിൻ്റെ കണക്കുകൂട്ടലുകൾക്കും പ്ലാനിങ്ങുകൾക്കും കോച്ചിൻ്റെ കളിതന്ത്രങ്ങൾക്കുമെല്ലാം വിലങ്ങുതടിയായത് ക്യാപ് വെർദെ എന്ന ടീമായിരുന്നു. ഗോൾ കീപ്പർ മുതൽ ഡിഫൻസ് വരെ ഉറച്ചു നിന്നതോടെ സ്പെയിനിന് ഗോളടിക്കാൻ സാധിച്ചില്ല. പിന്നാലെ നടന്ന ഉറുഗ്വേക്കെതിരായുള്ള പോരാട്ടത്തിൽ വീണ്ടും സമനില. സൗദി അറേബ്യയെയും സമനിലയിൽ തളച്ചു. തങ്ങൾ ആരാണെന്ന് കൃത്യമായ മുന്നറിയിപ്പോട് കൂടി തന്നെയാണ് ക്യാപ് വെർദെ റൗണ്ട് ഓഫ് 32 കാലെടുത്ത് വെക്കുന്നത്. ഇത് സ്കലോണിയും കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആരെയും വില കുറച്ചു കാണുന്നില്ല, എല്ലാവരെയും ബഹുമാനിക്കുന്നു. അവർ മികച്ച ടീം തന്നെയായിരിക്കും. ഒരു കടുത്ത മത്സരം ഞാനും പ്രതീക്ഷിക്കുന്നു എന്ന് സ്കലോണി തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വിംബു പറഞ്ഞും അട്ടിമറി സാധ്യതയുണ്ടെന്നും പറഞ്ഞും സ്കലോണിയെയോ അർജന്റീനയോ നിങ്ങൾ അളക്കാൻ നിൽക്കരുത്. അർജന്റീനക്കെതിരെ ഗ്രൂപ്പ് റൗണ്ടിലെ 2ാം മത്സരത്തിൽ 10ഓളം മത്സരങ്ങളിൽ തോൽവിയറിയാത്ത ഓസ്ട്രിയ അവരുടെ കോച്ചായ റാഫ് റാഗ്നിക്കിന് അതിൻ്റെ അഹങ്കാരമുണ്ടായിരുന്നു. മത്സരത്തിന് മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അർജന്റീനയെ ഞങ്ങൾ കൃത്യമായി പൂട്ടും. അവരുടെ ഒരു പൊസിഷൻ ഗെയിമിങ്ങും സാധ്യമല്ല. മോഡേൺ ഫുട്ബോളിൽ ഏറ്റവും വലിയ ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ കളിക്കുന്നത് ഞങ്ങളാണ്. ഗഗിയാൻ പ്രസ്സിങ്ങിൻ്റെ ആശാന്മാർ ഞങ്ങളാണെന്നുള്ള വാദമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത്? എതിർ ടീമിനെ സ്വന്തം ഹാഫിലേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടായിരുന്നു സ്കലോണിയുടെ പ്ലാൻ. അതിൽ ഓസ്ട്രിയ പലതവണ വീഴുകയും ചെയ്തു. ആദ്യ ഗോൾ അങ്ങനെ പിറന്നതാണ്. 2ാം ഗോൾ അർജന്റീൻ ബോക്സിലേക്ക് ആക്രമിച്ചു കയറിയതിനിടെയുണ്ടായ കൗണ്ടറിൽ പിറന്നതാണ്. രണ്ടും ലിയോയായിരുന്നു നേടിയത്. ഓസ്ട്രിയയെ അന്ന് വിറപ്പിച്ചുകൊണ്ടായിരുന്നു മെസ്സി മാജിക്കും സ്കലോണിയുടെ പ്ലാനുമെല്ലാം നമ്മൾ കണ്ടു നിന്നത്. അന്ന് ഓസ്ട്രിയൻ ഹൈ പ്രസ്സിങ്ങിനെ അർജന്റീൻ മധ്യനിര എത്ര മനോഹരമായാണ് നേരിട്ടത്. ഡിഫൻസിലും പാളിച്ചകളൊന്നുമില്ലായിരുന്നു. മത്സരത്തിന്റെ 90 മിനിറ്റ് അവസാനിക്കുമ്പോൾ അർജന്റീന 2 ഗോളുകൾക്കാണ് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയത്. ഇനി നോക്കൌട്ടിലെ ആദ്യ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് സ്കലോണിയും അർജന്റീനയും. ഇത്തവണ തോറ്റാൽ പുറത്തേക്കാണ്. അതുകൊണ്ട് എതിരാളികളുടെ ഓരോ അടവുകളും കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയായിരിക്കും സ്കലോണി ക്യാപ് വെർദെക്കെതിരായുള്ള മത്സരത്തിലും അർജന്റീനയുടെ കളി മെനയുക. ആരെയെല്ലാം ഇറക്കണം, എങ്ങനെ ഗെയിം കൺട്രോൾ ചെയ്യണം, അവരുടെ ഡിഫൻസിൻ്റെ മുന്നിൽ ഏതു രീതിയിൽ അറ്റാക്ക് ചെയ്യണം, എല്ലാം സ്കലോണിക്ക് കൃത്യമായ അറിവുണ്ടാകണം. ഏതായാലും ജൂലൈ 4 അർജന്റീന ക്യാപ് വെർദെ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.